ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലേക്കാണ്. പുതിയ രാഷ്ട്രീയ ജാതി സമവാക്യങ്ങൾ ഇത്തവണ ആരെ തുണയ്ക്കും? 400 സീറ്റ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ 80 സീറ്റുകളും അതിനിർണായകമാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സുദൃഢ ബന്ധത്തിൽ ഇന്ത്യ സഖ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് ലഭിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേന്ദ്രം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ ആദ്യം തന്നെ പ്രതിപക്ഷ സഖ്യത്തെ പൊളിക്കുകയെന്നതായിരുന്നു BJPയുടെ ലക്ഷ്യം. SP കോൺഗ്രസിന് 17 സീറ്റ് നൽകിയതോടെ UPയിൽ കണ്ടത് ഇന്ത്യ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളിയുടെ കാഹളം. 2014 UPയിലെ 80-ൽ 71 സീറ്റുകൾ പിടിച്ചെടുത്ത BJPക്ക് പക്ഷേ 2019 64 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ SP-യും BSPയും ഒരുമിച്ചാണ് മത്സരിച്ചത്. BSP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാത്തത് ഇത്തവണ BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയും വൻകിട വികസന പദ്ധതികളെ അതിനോട് ചേർത്ത് പറഞ്ഞും തീവ്ര ഹിന്ദുത്വ അജണ്ടയുമായി നീങ്ങുകയാണ് BJP. കർഷക സമരം, ഗുസ്തിതാരങ്ങളുടെ അമർഷം, ദളിത് ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലെ അരക്ഷിതാവസ്ഥ എന്നിവ വിനയാകുമോ എന്ന ആശങ്ക BJPയെ അലട്ടാതില്ല. പടിഞ്ഞാറൻ UPയിലെ ജാട്ട് വോട്ട് വികാരം അനുകൂലമാക്കിയെടുക്കാൻ അന്തരിച്ച പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന സമ്മാനിച്ചു. തീർന്നില്ല. ചരൺ സിംഗിന്റെ പേരമകൻ ജയൻ ചൗധരി നയിക്കുന്ന രാഷ്ട്രീയ ലോക്ദളിനെ NDA പാളയത്തിലെത്തിച്ചു. യോഗി മന്ത്രിസഭ പിന്നാക്ക ദളിത് പ്രാതിനിധ്യമുയർത്തി വികസിപ്പിച്ചതും വോട്ട് ലക്ഷ്യമിട്ട് മാത്രം. ജവഹർലാൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള പ്രധാനമന്ത്രിമാരെ UPയിൽ നിന്ന് സമ്മാനിച്ച കോൺഗ്രസിന് പ്രതാപം ചരിത്രത്തിൽ മാത്രം. 90കളോടെ കോൺഗ്രസ് ദുർബലമായി. OBC, ദളിത് പാർട്ടികൾ, ബഹുജൻ സമാജ്വാദി പാർട്ടിയും ശക്തി പ്രാപിച്ചതോടെ വലിയ രാഷ്ട്രീയ മാറ്റമാണ് UPയിൽ കണ്ടത്. വികസനമെന്ന തുറുപ്പുചീട്ടും ഹിന്ദുത്വ കാർഡുമായി എത്തിയ BJP ഭരണം പിടിച്ചു. ഇത്തവണ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ലഭിച്ചത് സോണിയാഗാന്ധിയിലൂടെ റായ്ബറേലി മാത്രം. പിന്നാക്ക ദളിത് ന്യൂനപക്ഷ മുദ്രാവാക്യം ഉയർത്തിയാണ് കുറച്ചു കാലമായി അഖിലേഷ് യാദവ് നയിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ പോരാട്ടം. 2017 നിയമസഭയിലേക്ക് നേടിയ 47 സീറ്റിൽ നിന്ന് 2022 111 അംഗസംഖ്യ വർദ്ധിപ്പിച്ചത് NCPയുടെ നേട്ടമാണ്. 62 സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി ജനവിധി തേടുന്നത്. ബഹുജൻ സമാജ്വാദി പാർട്ടി മുസ്ലിം ദളിത് വോട്ടുകൾ സമാഹരിച്ച് SP-യും കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യത്തെ നിർവീര്യമാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് BJP നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം അത്രയും. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വ്യക്തിപ്രഭാവം നിലനിർത്താനാവാത്തതുകൊണ്ട് തന്നെ മായാവതിയുടെ പാർട്ടിക്ക് ജയസാധ്യതയെ എത്രത്തോളം എന്നത് ഒരു ചോദ്യമാണ്. %21 ദളിത് വോട്ടുകൾ ആര് നേടുമെന്നതാണ് ശ്രദ്ധേയം. 17 സംവരണ മണ്ഡലങ്ങളാണ് UPയിലുള്ളത്. ബുന്ദേൽഖണ്ഡ്, മധ്യ UP, വടക്ക് കിഴക്കൻ UP, രോഹിൽഖണ്ഡ്, തെക്ക് കിഴക്കൻ UP, പടിഞ്ഞാറൻ UP എന്നീ മേഖലകളിലായി തിരിഞ്ഞാണ് UPയിലെ മണ്ഡലങ്ങളുടെ കിടപ്പ്. 6 മേഖലകളിലും 2019 മേൽക്കെ BJPക്കായിരുന്നു. സങ്കീർണമായ രാഷ്ട്രീയ ചുഴികളുള്ള സമുദ്രമാണ് ഉത്തർപ്രദേശ്. ആ സമുദ്രം കടക്കുന്നവരാണ് രാജ്യഭരണത്തിന്റെ കരം പിടിക്കുക. കാത്തിരിക്കാം ജനവിധിക്കായി.